വണ്ടി മാറ്റട്ടെ മെക്ലാരൻ എടുക്കട്ടെ. കളർ ചേഞ്ച് ആക്കട്ടെ. കളർ വേറെ ഇടാം. കളറ് എടാ മഞ്ഞ ഇട്ടാലാ? ഇത് വേണോ? പച്ച വേണ്ട. പച്ച വേണ്ട. ബ്ലാക്ക് ഒരു തവണ ഇട്ടില്ലേ, വൈറ്റും ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടേ കൊണ്ട് വേറെ കളർ ഇങ്ങനെ ആദ്യം നോക്കാം. മഞ്ഞ ഇട്ട് നോക്കാം. മഞ്ഞ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇട്ടിട്ടുണ്ടാകുന്നു എനിക്ക് അറിയണം. എന്തായാലും മഞ്ഞ ഇട്ടിട്ടാണ് ഇറങ്ങാം. കാർ ക്ലിയറൻസ് നോക്കട്ട്. ടയർ പ്രഷർ, ടയർ കണ്ടീഷൻ ഓക്കെ, വേറെ സീനൊന്നുമില്ലല്ലോ. എടാ എല്ലാം സെറ്റാണ്. ഇനി വണ്ടി കൊണ്ടങ്ങ് ഇറങ്ങാം. സിറ്റി ഇറങ്ങാം. ഓ സിറ്റിയിൽ ചാറ്റേ. എടാ എൻ്റെ എടാ ആദ്യം തന്നെ എൻ്റെ മറ്റേ എവിടെ ബിസിനസ് പാർട്ട്ണർ, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എടുക്കട്ടെ. അത് ചെയ്തിട്ട് അടുത്ത അവരടിക്കുക. ഓ ബിസിനസ് പ്രോഫിറ്റ് എടുക്കാൻ പോകണ്ട. ശരി, ബിസിനസ് പ്രോഫിറ്റ് എടുക്കാൻ പോകും. 31,000 രൂപയെ. എടാ നിൽക്കേ. എടാ ഇപ്പം എൻ്റെ നോക്കുവാണെങ്കിൽ എത്ര? എടാ 57,68,245 രൂപയുണ്ടേ. എടാ എൻ്റെ എല്ലാ ബിസിനസ് പ്രോഫിറ്റും പോയി എടുത്താലാ? മൊത്തം എത്ര? ഇവിടെ 1, ഇവിടെ 1 പിന്നെ ഇവിടെ 1, 2. അവിടെ എല്ലാം കാണിക്കുള്ള കാര്യം പറയല്ലേ. എനിക്ക് ഇവിടെ ബിസിനസ് പ്രോഫിറ്റ് ഉണ്ട്. എൻ്റെ കുന്നാൾ കാണിക്കല്ല, ആരും പറയല്ലേ. ഇവിടെ 1 എനിക്ക്. എൻ്റെ ഹൗസിൻ്റെ അവിടെ 1 ഇവിടെ 1. പിന്നെ എവിടെ മരുഭൂമിയിൽ എനിക്ക് 1 പിന്നെ ഇവിടെ അല്ല, ഇതാണ് മരുഭൂമി. പിന്നെ മൗണ്ടൈനിൽ എനിക്ക് 1 സിറ്റി 2ൽ എനിക്ക് ഉണ്ടെന്നോ കേട്ടാ. സിറ്റി 2 ജപ്പാനീസ് ഇല്ലെന്ന് തോന്നുന്നു. സിറ്റി 2ൽ 2 ഉണ്ട്, 3 ഉണ്ട്. സിറ്റി 2ൽ 3 ചേട്ടാ എടുത്താലാടാ ഇന്നത്തെ പരിപാടി. മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബിസിനസ് പ്രോഫിറ്റും എടുക്കാം. കാര്യം പറയില്ല ചേട്ടാ, ബിസിനസ് പ്രോഫിറ്റും എടുക്കാം. 31,000 രൂപ കിട്ടിയിട്ടുണ്ട് ചേട്ടാ. എൻ്റെ എത്ര ഉണ്ടായിരുന്നു നിങ്ങൾ കാണിച്ചേ? ഒരു 15 രൂപ കിട്ടി. ഒരെണ്ണം കഴിഞ്ഞ്, സിറ്റിയിലെ കഴിഞ്ഞ്. സിറ്റീന് വേറെ വല്ലതും ഉണ്ടോ? സിറ്റീന് വേറെ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. സിറ്റീന് കാണിക്കില്ല. സത്യം പറഞ്ഞാൽ കാണിക്കൂല. എന്തോ കാര്യം പറയില്ല. മുമ്പ് ഇതാണ് ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ കാണിക്കല്ല. നീ കാണാതെ എവിടെയെങ്കിലും പോകണമുണ്ടോ അതെനിക്ക് അറിയണം. പക്ഷേ ഉള്ള കാണുന്ന എല്ലായിടവും പോയി എടുക്കാം. അറിയാവുന്ന എല്ലായിടവും പോയി എടുക്കാം. അടുത്ത ഡെസർട്ട് 2 അല്ലേ? ഡെസർട്ട് 2 അതിനുശേഷം മൗണ്ടൈൻ പോയിട്ട് തിരിച്ച് വീട്ടുണ്ടല്ല മഞ്ഞൾ വീട്ടിൽ പോയിട്ട് അവിടെ സിറ്റിയിലോട്ട് കയറാം. അതാണ് നല്ലത്. ലാസ്റ്റ് സിറ്റി പോവാം. സിറ്റിയിൽ പോയി 3 ഇടം ഉള്ളതിൽ. എടാ ഇതുവഴിയും കയറാം. ദൂരം ലാഭിക്കാം. എടാ അവന്മാരവിടെ ചരിച്ച് കളഞ്ഞടാ. കയറന്മാർ ഊമ്പിക്കാൻ വേണ്ടിയിട്ട് ലൊട്ട നായികൾ. അതെൻ്റെ വണ്ടി ബാക്കിലോട്ട് പോണേ. എടാ ദൂരം ലാഭിക്കാൻ കയറി ഞാൻ അവിടെ ഊമ്പി കിടക്കണം മായിര്. എടാ കേറാ ലൊട്ടേ, കേറാ. എടാ എന്ത് എടാ ഉണ്ണ നിൻ്റെ ഇത് വണ്ടി അവിടെ ഉണ്ണ തട്ടി. കയറി. ഫോ അയ്യോ. കേറിയടാ ചാറ്റേ, കേറി. ഓ ബ്രോ, BMW X5 or BMW M5 which car is good for 5,000 coin? 5,000 കോയിനാ? ഞാനുണ്ടല്ലേ കാർ എക്സ്പെർട്ടൊന്നും അല്ല, മനസ്സിലായില്ലേ? നമ്മൾ ഈ കാറിൻ്റെ കാര്യങ്ങൾ വന്നിട്ട് അറിഞ്ഞൂറാ. നീ കെൻസ് അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് പറഞ്ഞു തരായിരുന്നു. അവൻ കാറിൻ്റെ ആരും എല്ലാം അറിയാവുന്നവനാണ്. ഐ ഡോണ്ട് നോ ബ്രോ, എനിക്ക് അറിഞ്ഞൂടാ. സിനാഷ ബ്രോ, ഇതേതാകും? ഇത് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 2 ഒന്നല്ല 2. ഇവിടെ കാര്യം പറയാൻ ഇതെന്ത് പ്രോഫിറ്റും എടുക്കട്ടെ. എടാ വീടല്ലേ. വീഴണില്ല.
ഡെസർട്ടിലോട്ട്. എടാ ഇതെന്ത് ഈ വണ്ടി കുറേ, എടാ മറ്റേ വണ്ടി ഓടിച്ച് ഈ വണ്ടി ഒന്ന് ഓടിച്ചുകൊണ്ടാണ് എടാ കൺട്രോളിങ് പാടുണ്ടേ, കാര്യം പറയാല്ല. ഇൻറ്റീരിയർ ഇടണം, സ്ട്രൈറ്റ് റോഡല്ലേടാ, ഇൻറ്റീരിയർ ഇട്ടങ്ങ് പോവാം. നീത്തേ എടാ ഞാൻ ചാറ്റ് നോക്കാൻ പോയപ്പോൾ ലൊട്ട കയറി ഇടിച്ച്. നിർമ്മൽ ജോണി ഹായ് 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 ഹായ്. ചാറ്റേ നോക്കിയോ, ഇന്ന് നോക്കിയോ 57 ലക്ഷമായിരുന്നേ മുമ്പുണ്ടായിരുന്നു. ഇപ്പം ഇനി പ്രോഫിറ്റ് എടുത്ത് കഴിയുമ്പോൾ എത്രയാണെന്ന് നോക്കാമേ. കോയിൻ പ്രോഫിറ്റിൻ്റെ വല്ല ബിസിനസ് ഉണ്ടായിരുന്നു, നൈസായിരുന്നു ഞാൻ, എനിക്ക് സെറ്റായനെ. $346 വച്ച് പിടിക്കാൻ ചേട്ടാ, വച്ച് പിടിക്കാം. ഓഹോ എടാ കണ്ട സൈഡ് കണ്ടാടാ, ഇടിച്ചൊരു പരിപോയടാ. ഡെസർട്ടിൽ കയറി ഇതുകൂടെ ചെയ്യാടാ, ഡെസർട്ടിൽ കയറിയിട്ട് റിപ്പയറും കൂടെ ചെയ്തിട്ട് ഇറങ്ങാം, അതാണ് നല്ലത്. ഡെസർട്ടിൽ കയറി റിപ്പയറും കൂടെ ചെയ്യാം. ഓ ഇടിച്ച്, ഓ വേൾഡ് എൻഡായി. എടാ വണ്ടി ഒടാലൊട്ടെ എൻ്റെ കളിക്കണം, ഇതെന്ത് ലൊട്ട കാര്യം പറയല്ലേ. ജോണി തോമസ് ഓക്കെ ബ്രോ, ഓക്കേടാ ഓക്കെ. എടാ കുന്നവേളുടെ അവിടെ എൻ്റെ ഇടാ കാര്യം പറയല്ല, എന്തിലോട്ട് എടാ പ്രോഫിറ്റ് എടുക്കാം. ഞാൻ പ്രോഫിറ്റ് എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇപ്പോൾ റിപ്പയർ ചെയ്യാറാനാണ് ഞാൻ വന്നത്, കറക്റ്റ് അടുത്ത് തന്നെ എത്തിയേട്ടാ, കട വെള്ളമുണ്ട് ഓർത്ത്. ഇനി ഇവിടെ നിന്ന് മൗണ്ടൈൻ പോകണം. എടാ 26,000 രൂപയാടാ, ഞാൻ മുന്നേ ഒന്ന് എടുത്തിട്ടുണ്ടോ നോണേട്ടാ. $26,000 രൂപ കേട്ടോ ചേട്ടേ. മറ്റേടത്ത് 30 സംതിങ് പൈസ, 30,000 സംതിങ് രൂപ കിട്ടിയായിരുന്നു. എടാ ഇത് എനിക്ക് കറക്റ്റ് ഇടം. ഓ ഇവിടെ റിപ്പയറിങ് ഇല്ല കേട്ടോ, ഇത് ടയറിൻ്റെയാണ്. അപ്പം മൗണ്ടൈനിൽ പോയി ചെയ്യാം, ആ ഒരു സമയം കളയണ്ട. മൗണ്ടൈനിൽ ഇവിടെ അല്ലേ, ഇവിടെ തന്നെ റിപ്പയറിങ്ങിൻ്റെ സാധനമുണ്ട്. ഓ ഇവിടെ ബാഗ് എടുക്കട്ടെ. എടാ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു എല്ലോ ഇടണം കേട്ടോ ഈ വണ്ടിക്ക്. ഞാൻ എല്ലോ ഇടാൻ ഫസ്റ്റ് ടൈമാണ്. എടാ വണ്ടി ഒരു ഇൻറ്റീരിയർ ഇടാണ്, അതാണ് നല്ലത്. ഒയ്യോ എടാ ചേട്ടൻ കാര്യം പറയല്ല, വണ്ടി ഇടിച്ച് പറന്ന് എന്ത് കുണ്ണ എടാ കാര്യം. എടാ എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാല്ല ഈ ലൊട്ടേനെ. ഇനി ഈ കാർ നേരിട്ട് കുറേ ഓടിക്കണം, എങ്കിലും ഇത് കൺട്രോൾ കിട്ടും. കാര്യം പറയല്ല, ഞാൻ ഈ കാർ അങ്ങനെ അധികം ഓടിക്കാതെ വേറെ മറ്റേ കാറൊക്കെ എടുത്ത് ഓടിച്ചാണ് കൺട്രോൾ നശിക്കണം ഈ കാറിൻ്റെ. $250 ഓ എടാ എന്ത് ലൊട്ടാ. എടാ കാര്യം പറയല്ലേ ചേട്ടാ, കാര്യം പറയല്ലേ. വണ്ടി മറിഞ്ഞെന്ന് വെച്ചാൽ ഇടിച്ച് മറിഞ്ഞ് ഒരു പരുവായി. എടാ അവിടെ റിപ്പയർ എടാ ഉണ്ണേ, എൻ്റെ ഉണ്ണ വണ്ടി കൊണ്ട് വെച്ചിരുന്നോളുമായിരെ. എടാ ഉണ്ണേ എടാ പതിയെ പോകാനാണ് ഞാൻ എന്താണ് ഈ വണ്ടി എടുത്തത്, പതിയെ പോകാനാണ് ഇതും എടുത്തുകൊണ്ട് വന്നത്. ഓ ഓ ഓ ഓ പുറപ്പെടുന്നേ ഇടിയല്ലേ. ഇനി ഇത് മാറ്റാം, ഇൻറ്റീരിയർ മാറ്റട്ടെ.
അവിടെ ഈ സംഭവം കൊള്ളാല്ലേ, എല്ലാം പൊഴിഞ്ഞ് വീണ ഈ സാധനം കൊള്ളാല്ലേടാ. ഇത് മറ്റേ പ്രോഫിറ്റ്. എടാ എവിടെ കൂടെ വന്ന് കയറി എവിടേക്ക് എത്തുമെന്ന് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടെ. 50,000 കിട്ടിയേ. ഇവിടെ അങ്ങനെ വന്ന് എടുത്തിട്ടില്ല പ്രോഫിറ്റ്. അതാണ് ഒരു 24 രൂപയുടെ കിട്ടി. പുറത്തിറങ്ങട്ടെ. ഗ്രാഫിക്സ് ഹൈയിൽ സെറ്റാണ്. ഇനി അടുത്ത റിപ്പയറിങ്. അവിടെ റിപ്പയറിങ്ങും കഴിവാനും ഇവിടെയാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകണം. വണ്ടി ഒന്ന് കഴിവും കൂടെ എടുക്കാം. ഇതിന് ശേഷം എവിടെ പോകണം? ഇതിന് ശേഷം മഞ്ഞുള്ള വീട്. അതിന് ശേഷം ഇടിക്കല്ലേ കുണ്ണേ. അതിന് ശേഷം അടുത്തത് പോട്ട് പതിയൊക്കെ ഇറങ്ങട്ടെ. ഇടി കാർ റിപ്പയർ. ഇതോടെ ചെയ്യാം കേട്ടോ. ഫുവലും കൂടെ അടിക്കാം. എല്ലാവരുടെ അടുത്തുള്ള നല്ലതാണ്. ബൈഫോയില് 1600 രൂപ ഉള്ളടാ. കാര്യം പറയാല്ലേ ചേട്ടാ. 1600 രൂപയാടാ. എടാ റിച്ചടാ മൈര. ഞാൻ ഇവിടെ എന്ത് ലൊട്ട പറയണ. കാറ് കഴിവെടുക്കട്ടെ. തട്ടല്. അവിടെ ഇനി ഇൻറ്റീരിയർ ആക്കാം. അവിടെ ഇൻറ്റീരിയർ ആക്കിയ കുറേ തട്ടുകൂടാ. അതാണ് ഞാൻ പിന്നെ ആ തട്ടിട്ടൊന്നും കുഴപ്പമില്ല. സീനിൽ നോക്കാം, സെറ്റാക്കാം. അവിടെ ഇനി പോവേണ്ടത് എവിടെ? ഇനി എൻ്റെ വീട്ടിൽ, മഞ്ഞുള്ള വീട്ടിൽ എനിക്കൊരു പ്രോഫിറ്റ് സ്ഥലമുണ്ട്. അതുകൊണ്ട് ഇവിടെ കാണിക്കല്ല. പക്ഷെ ഇവിടെ എനിക്കൊരു പ്രോഫിറ്റ്, ഇവിടെ ഒരു കടയുണ്ട്. ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സ്പീഡ് ലിമിറ്റ് 45. പിടിച്ചപ്പോൾ തന്നെ 40-ന് മുകളിൽ കയറിയിരുന്നു. കാര്യം പറയാമല്ലോ. 45-ലേക്ക് ഈ വണ്ടിയും കൊണ്ട് എന്തിനാണ് പിന്നെ ഈ വണ്ടി എടുക്കണം? കാര്യം പറയാൻ നിങ്ങൾ തന്നെ എന്തിന് 40 ഓടിക്കാനാണ് ഈ വണ്ടി എടുക്കണം? എങ്കിൽ എൻ്റെ മറ്റേ ഷാജി പാപ്പൻ്റെ വാൻ ഇരിപ്പുണ്ട്, അത് എടുത്തോണ്ട് വരൂലേ? 40 പോകാനാണേ. എടാ സ്ട്രെയിറ്റ് റോഡ് എൻ്റെ ഫുൾ സ്പീഡ് വെച്ചു. സ്ട്രെയിറ്റ് ആണ്. നോക്കാം. ഒരു സാധനം ഉണ്ട് അവിടെ. ഇനിയൊരു വളവാണ്ടുണ്ട്. ഇടിക്കാതെ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകാൻ നോക്കട്ടെ ചേട്ടി. കാര്യം പറയാമല്ലേ. ചെറിയ തട്ടി അത് കുഴപ്പമില്ല. വീട്ടിൻ്റെ അവിടെ റിപ്പയറിങ് ഉണ്ട്. വലിയ ഇടിക്കാൻ നോക്കാം. എന്ത് ലൊട്ടയാണ്. കാര്യം പറയാല്ലേ. എങ്ങനെ പോയാലും അത് ലാഗാണേ. എന്നെ പറയല്ലേ. ചെറിയ ലാഗ് അടിച്ചേ. നിങ്ങളിത് മനസ്സിലാക്കണേ കേട്ടോ. കാര്യം പറയല്ലേ. ചെറിയ ലാഗുണ്ടേ. ഇതെന്ത് ലൊട്ടാ. ഇൻറ്റീരിയർ സെറ്റാക്കിട്ട് ഇതെന്ത് വണ്ടി പോവാം. പെട്ടെന്ന് മാറി. എടാ ഒരേണ്. വീണ്ടും ഒരേണ്. എന്ത് ഉണ്ണ. എടാ വണ്ടി. $110 ഇന്ന് പോരാ. ഈ വണ്ടിയിൽ എൻജിൻ മാറ്റാൻ സമയം എന്തോ വേറെ. ഞാൻ വച്ചിട്ട് പോണു. സ്റ്റോപ്പ് സൈനിലെ ലൊട്ടയെ കയറി തട്ടിയത്. എന്ത് ലൊട്ടയടാ. കുറച്ച് ദിവസമല്ലേ ഈ കാറെ ഓടിക്കായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് കൺട്രോൾ പോയാ. കാര്യം പറയാല്ല. എന്തൊരു ലൊട്ടയെന്നാണ്. അവിടെ ഇനി കാരണം മെയിനായിട്ട് കുറേ ഓടിക്കണം. കാര്യം പറയാല്ലേ. ഇടിച്ച്. എടാ എൻ്റെ വണ്ടി ഇടിച്ച് ജാണുങ്ങണ്ട. ഇതെന്ത് ഈ ഉണ്ണാളവിടെ ഉണ്ട് വെച്ചേക്കണം. എന്നെ ഇടിപ്പിക്കാനായിട്ടാണ്. കാര്യം പറയാല്ലേ. എന്താണിത്? ഇതൊക്കെ എടാ ഞാൻ മിക്കവാറും 10 പോവാടാ. അതാണ് നല്ല. ഞാൻ 10 പോവാം. 10 പോവാം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇത് 40 തുടമ്പത്തിന് 40. എന്ത് ലോട്ട. ഇഴഞ്ഞ് നീങ്ങടാ. ഒച്ചിന് പോലെ മറ്റേ ഇതെടുത്താലും നമ്മൾ ഇഴഞ്ഞ്. എടാ അത് ലാഗ് അടിച്ചാണേ. ഇഴഞ്ഞ് നീങ്ങണം. അതാണ് എടാ ലാഗേ. അച്ഛനില്ലാത്തവൻ എന്ത് കാര്യം പറയല്ലേ. ലാഗ് അച്ഛനില്ലാത്തവൻ. എടാ ഇവിടെ ഉണ്ട് റിപ്പയറിങ് ഉണ്ട്. റിപ്പയറിങ് ചെയ്തിട്ട് പോവാം. ഓർത്ത് നന്നായി. എടാ കണ്ടാടാ അവസ്ഥ. ഇടിക്കാതെ കൊണ്ടുവരാൻ നോക്കിയാണ്.
ഒരിടി പോലും ഇടിച്ചില്ലടാ, കാര്യം പറയാല്ലേ. സുരക്ഷിതമായിട്ട് കൊണ്ടുവന്നു. കാർ ക്ലീനിങ്ങിന് മറ്റേ മൗണ്ടൈൻ കൂടെ അല്ലേ വന്നു. അവിടെ കുറേ ഇലയും കുണ്ണയൊക്കെ പൊഴിഞ്ഞ് വീഴുമല്ലേ. അപ്പോൾ അത് കണ്ട ചെറിയതുണ്ട്. തുറയടല്ലോട്ടെ. അത് ചെറിയ തട്ടാണ്, അത് കുഴപ്പമില്ല. ഇവിടെ ഇത്തിരി വളഞ്ഞൊരിടമാണ്. ഇവിടെ നിന്ന് പുറത്ത് കടന്നിട്ട് സിറ്റി കയറണ ഇടം ഉണ്ടോ ചാറ്റേ. സ്ട്രെയിറ്റ് 10 കിലോമീറ്റർ റോഡാണ്. അവിടെ ഫുൾ സ്പീഡ് വെച്ച് പിടിക്കുന്നു. അയ്യോ, കാര്യം പറയല്ലേ. അവിടുത്തെ പ്രോഫിറ്റ് ഞാൻ എടുത്തത്. ആദ്യം അവിടുത്തെ പ്രോഫിറ്റ് എടുത്തത്. ഇനി വീട്ടിലോട്ട് പോവാം. അതിന് ശേഷം വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി സിറ്റി 2 കയറാം. മഞ്ഞപ്പാത്രം അവ കുറേ തവണ ആ പാത്രത്തിൽ മാത്രം ഇടിച്ച് എൻ്റെ വണ്ടി പറന്നിട്ടുണ്ട്. കാര്യം പറയല്ലേ, താഴെ വെള്ളവും കൂടെയാണ്. ഇടിക്കല്ലേ. നിൽക്കേ വീട് ഇവിടെയാണ്. നന്നായിട്ട് പൊട്ടണുണ്ട് കേട്ടോ. സൗണ്ട് ഇങ്ങനെ കേൾക്കാം. നല്ല രീതിയിൽ പൊട്ടണുണ്ട്. മരമേ ഇടിച്ചില്ല. ഇടിക്കൂല നിറഞ്ഞ് ഇടിക്കൂല. സ്ട്രെയിറ്റ് റോഡാണ്. ഇടിക്കൂല. ഇടിച്ചില്ലേ, ചെറിയ തട്ടുപോലും തട്ടിയില്ലേ. ഇടിക്കൂലെന്ന് പറഞ്ഞ് ഇടിക്കൂല. പ്രോഫിറ്റ് ഇവിടെയാണ്. വീട്ടിൽ കയറാൻ നിൽക്കണ്ട, സമയം കളയണ്ട. ഇവിടെ നിന്ന് പ്രോഫിറ്റ് എടുത്ത് നേരെ സിറ്റിയിലോട്ട് വിടാം. പുറപ്പെടുന്നേ. 50,000 രൂപ ചാറ്റ്. അനദർ 50K ചാറ്റ്. ഫ്യൂവൽ അടിക്കണോടാ. ഫ്യൂവല് കുറച്ചുണ്ട്, എന്നാലും കുറച്ച് അടിച്ചേക്കല്ലേ ആവശ്യമാണെങ്കിൽ. അവസാനം അങ്ങോട്ട് പോകുന്ന സമയത്ത് ഫ്യൂവൽ ലൊട്ട എല്ലാം കൂടെ തീർന്ന് ലൊട്ടത്തരാവണ്ട. ഫ്യൂവൽ അടിച്ച് കഴിഞ്ഞ് റിപ്പയറിങ് ചെയ്യണോടാ. റിപ്പയർ സിറ്റി 2 കയറി ചെയ്യാം. കാരണം വെച്ചാൽ എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ തട്ടാൻ ചാൻസ് ചെറുതായിട്ടുണ്ട്. എടാ, ഈ കാറിന് ഇവിടെ നിന്ന് മാറല്ല. ഈ തൊട്ട റോഡിന് ചിഹ്നത്തിൽ തൊട്ട. അപ്പോൾ ഈ ലൊട്ട വീണ്ടും ഇവിടെ തന്നെ വീണാ. എന്ത് ലൊട്ട. ഇറങ്ങട്ട് വളയടാലോട്ടെ. സ്ട്രെയിറ്റ്. ഈ മഞ്ഞ് എടാ വണ്ടിയിലെ, അല്ലെങ്കിലേ വണ്ടി ചെറുതായിട്ട് അങ്ങാട്ടിങ്ങോട്ട് പോകണ്ട. അതിനിടെ മഞ്ഞും കൂടെ തന്നെ ഡിസ്റ്റർബിങ് ആടാ മഞ്ഞയിലോട്ടെ. പുറപ്പെടുന്നേ. തട്ടോടാ, നീ തട്ട്. പോട്ടെ. എടാ കാര്യം, നിങ്ങൾ എന്നെ മാത്രം ഗുണത്തരം പറഞ്ഞില്ല. കാര്യം ഇവിടെ ചെറിയ ലൊട്ട ലാഗുണ്ട് കേട്ടാ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതിൽ എനിക്കറിയണം. കളിക്കണോണ്ട് എനിക്ക് ലാഗ് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. എടാ വഴി മാറിപ്പോയി തോന്നേട്ടാ. എടാ ഞാൻ വേറെ ഏതൊക്കെ ലൊട്ടയിലോട്ട് ചെന്ന് കയറണ്. ഇതുവഴിയാണ് ഇങ്ങോട്ടാണ് വരേണ്ട. ഇവിടെയാണ് സ്ട്രെയിറ്റ് റോഡുള്ളത്. എനിക്ക് വഴി എത്തി മാറിപ്പോൾ. എവിടെ നിന്ന് വന്നപ്പോൾ ഇവിടെ കുറച്ച് കൺഫ്യൂസ് ആണ്ടാ. കുറച്ച് നല്ല വളവും തിരിവൊക്കെയാണ്. പെട്ടെന്ന് മനസ്സിലാവൂല. ചെറിയൊരു സീനുണ്ട്. കണ്ട ഇവിടെ 3-4 തിരിഞ്ഞൊക്കെയാണ് റോഡ് പോണ. കൺഫ്യൂസായിപ്പോവും. കൺഫ്യൂസ്. ഇടിയല്ലേ, അടിച്ചില്ല. ഇനി ഇൻറ്റീരിയർ ഇട്ടൊരു പോക്കൊണ്ടാ ചാറ്റേ. സ്ട്രെയിറ്റ് റോഡിൽ ഫുള്ള് സ്പീഡ്. നിൽക്കുക ഈവനിങ് ഇടാം. അപ്പോഴാണ് ഈവനിങ് ഇട്ടെ. ഇനി നോക്കി വെച്ചാൽ വൈബായിരിക്കും. ഇത് വൈബ് റൈഡായിരിക്കും. നേരത്തെ ഈവനിങ് കിട്ടാൽ മതിയായിരുന്നു. ശ്രദ്ധിച്ചില്ല, ഓർത്തില്ല.
ഒച്ചങ്ങ് പിടിക്കാം. ഫുൾ സ്പീഡ് കയറട്ടെ. ഇത് 1000 കിട്ടും. അഞ്ഞൂറ് 1000 എത്തിക്കട്ടെ. തട്ടല്ലേ. 900 ഓക്കെ 1000 എത്തിയിട്ടുണ്ട്. എടാ ഇനി മറ്റേ വണ്ടി 440 പോടാ. ഇത് മെക്ലാരി ഇതെന്ത് 350 എഞ്ചിനും വേണേൽ നോക്കാം. ഞാൻ അന്ന് വാങ്ങിച്ചു വെച്ചാൽ ടർബോയും സെറ്റും അല്ല. അതിന് ശേഷം പിന്നെ ഒന്നും നോക്കാൻ പോയില്ല. പണിയൊന്നും ആയില്ല വേറെ, എന്നാലും നോക്കാം. ഓ നല്ല ഇത് ഈവനിങ്ങടെ ആ ഒരു ഡബിളിയാണ് കാര്യം പറയല്ലേ. CP 1/4 100% ഈവനിങ് നൈറ്റ് വിടുമ്പോൾ ബെസ്റ്റ് എന്ന് വെച്ചാൽ CP 200 കാര്യം പറയല്ലേ. ആ മറ്റേ സണ്ണിങ്ങനെ അടിക്കുമ്പോൾ ആ ഒരു വെളിച്ചത്തിൻ്റെ കാര്യം കറക്റ്റ് കാണിക്കും. പുറപ്പെടുന്നേ 349 അതിൻ്റെ ടോപ്പ് സ്പീഡ്. 150 ഇടയ്ക്ക് കയറുമായിരിക്കും എന്തോ. എടാ ഇവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ട് എനിക്ക്. ഇവിടെ വണ്ടി നിർത്തണം. ഇവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ട് എനിക്ക്. ഞാൻ അതോർത്തില്ല. ഇപ്പോൾ സിറ്റി ചെന്ന് കയറിനെ തിരിച്ചിത്രയും വരേണ്ടി വന്നേനെ. ഇവിടെ റിപ്പയറിങ്ങിൻ്റെ കടയുണ്ട്. അത് വേണ്ട, അത് ഇവിടെ ചെയ്യണ്ട. എടാ കാര്യം പറയാലോ എന്ത് ലൊട്ടേടാ ചേട്ടേ. എടാ 16,000 രൂപയടാ. അതെന്ത് മൊണ്ടി ലൊട്ടേന്ന് വെച്ചാൽ കളിയാക്കണാടാ ഉമാരനെ. 16,000 രൂപയ്ക്കാടാ 10 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നത്. ഇടിച്ചതിൻ്റെ പൈസ എങ്കിലും എന്താടാ. റിപ്പയറിങ് ഫ്രീ ആയതുകൊണ്ട് ഭാഗ്യം. ഇതെങ്കിൽ പൈസ കൊടുത്ത് ഒരു വരുവായനെ. സിറ്റി കയറട്ടെ. സിറ്റി 2 അല്ല അവിടെ കയറട്ടെ. അവിടെ ഇവിടെ പോകണം. എനിക്ക് വേറെ ഒരെണ്ണമുണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്. എടാ കാര്യം പറയാല്ല. ഇവിടെ മൊത്തം അപ്പം ഇതൊക്കെ കണ്ട. ഇവിടെ എനിക്കൊരു പ്രോഫിറ്റ് ഉണ്ട്, പക്ഷെ അത് കാണിക്കണില്ല. അതാണ് 2-3 നേരത്തിന് ഈ പ്രോഫിറ്റ് മറ്റേ കടയുണ്ട്, ഇതുണ്ട്, ബിസിനസ്സിൻ്റെ സംഭവമുണ്ട്, പക്ഷെ എനിക്കത് കാണിക്കലടാ. കാര്യം പറയാല്ല. എടാ വണ്ടിയുടെ മോൾ എടാ ഓ 50,000 രൂപ. ഇവിടെ വന്നിട്ടില്ല അപ്പം കുറേ ആളായി. ഇനി റോഡ് നോക്കട്ട്. ഇനി അടുത്ത പ്രോഫിറ്റ് ഇവിടെ, അതിനുശേഷം ഇവിടെ, അതിനുശേഷം വേറെ കണ്ട് ഇവിടെ മുകളിലൊരിടത്ത് ഇന്ത്യർ ഇടാം. അവിടെ മാറിപ്പോയി. 6 7 ഇല്ല 7 1 6 1 ഇൻറ്റീരിയർ ചാറ്റ്. ഇൻറ്റീരിയർ ഇട്ട് ഓടിക്കുമ്പോൾ ഒരു വൈബ് കിട്ടും. പുറപ്പെടുന്നേ. ഇവിടെ എനിക്കൊരു പ്രോഫിറ്റ് ഉണ്ട്. ഇനി സ്ഥലമില്ല, ഞാൻ കാണാതെയും കൂടെ പഠിക്കണോടാ. ഇവർ കാണിച്ചു തരില്ല മാപ്പിൽ. കാര്യം പറയാല്ലേ. എടാ നിങ്ങളത് കണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഗെയിമിലെ ബെസ്റ്റ് ഒരു സാധനം. ഒന്ന് കണ്ട ആ ഒരു ഇത് കണ്ടോ. ഇപ്പം കണ്ടോ അത് കണ്ട. ഈവനിങ് ചാറ്റ് സണ്ണിൻ്റെ ആ ഒരു സംഭവം കണ്ട. ഞാൻ ഈ സൈഡാണ് ചോദിച്ചേക്കണം. കണ്ട എടാ ഒരു ഫോട്ടോ എടുക്കണം. ഇവിടെ ആ വണ്ടി ചെറുതായിട്ട് ഇതാണ് വണ്ടി. ഞാൻ എത്രയും വണ്ടി ചെറുതായിട്ട് ഇതായിട്ടിരിക്കണ്ടാ. വണ്ടി ചെറിയ തട്ടിമുട്ടിയിരിക്കുകയാണ്. കുറച്ച് ഈവനിങ് കണ്ട. ഡബിൾ ഈവനിങ് ആണ്. കാര്യം പറയാൻ നിങ്ങളടുത്ത്. ഡബിൾ ഈവനിങ് എന്ന് വെച്ചാൽ ഡബിൾ ഈവനിങ് ആണ്. ഈവനിങ് ഇട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഒരു വൈബ് വേറെയാണ്. എടാ എൻ്റെ അടുത്ത പ്രോഫിറ്റ് അനദർ 50K ചാറ്റ്. റിച്ചടാ ചാറ്റേ. എന്ത് ചെയ്യാൻ, റിച്ചായിപ്പോയി. ഇനി വളഞ്ഞങ്ങാട്ട് പോകുമ്പോൾ ഒരിടമുണ്ട്. എടാ മൊത്തം എനിക്ക് എത്ര ഇതാടാ ബിസിനസ് പ്രോഫിറ്റ്സടാ. ഇവിടെ അടുത്ത കിടിലം വ്യൂ കണ്ടാ. കാര്യം പറയാലോ ചാറ്റ്. W or what ചാറ്റ്. W or what. അങ്ങാട്ടായിരുന്നില്ല. ഇനി അടുത്ത എവിടെയാണ്? അടുത്ത ഈ രണ്ടിടത്തെടുത്ത്
ചാറ്റ് ലാസ്റ്റ് പ്ലേസേ ഇവിടെയാണ് ഫൈനലേ. മാർക്ക് ചെയ്തിട്ട് റോഡിൻ്റെ ഇട്ട വരട്ടെ. ഓക്കെ, ഇനി പോവാം, വച്ച് പിടിക്കാം. വളവുണ്ട്. ബിസിനസ് പ്രോഫിറ്റഡ്. എടാ ഏത് കുണ്ണ എന്തോ അവിടെ വണ്ടി കൊണ്ടിട്ടേക്കണം. ആയിര് ഇടിപ്പിക്കാൻ നോക്കണാടാ ലൊട്ടെ. എടാ എന്ത് ശ്രദ്ധിച്ചോടിക്കാം. ഇപ്പം തട്ടിയനെ. എടാ തട്ടിക്കാൻ വേണ്ടിയിട്ട് കുറേ ലോട്ട്. ഇതിപ്പോൾ എങ്ങനെ അങ്ങോട്ട് കയറണ? ഇതിൻ്റെ അകത്താണ്. ഞാൻ നടന്നു കയറണോ ഇനി? കണ്ട ഇതിൻ്റെ കണ്ട മാറ്റി. എടാ ഇങ്ങോട്ട് വഴിയില്ലടാ. എടാ ഇത് വഴിയില്ലടാ. ഇതിൻ്റെ അകത്ത് ഞാൻ പിന്നെ കട എങ്ങനെ ഇങ്ങനെയാണോ കയറാനുള്ള? അല്ലല്ല ഇങ്ങനെയൊന്നും അല്ല. ഓഹ് ഇവിടെ കുടുസായിട്ടൊരു സ്ഥലമാടാ. ചാറ്റ് അവസാനത്തെ ഇടത്തും പൈസ എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു സെക്കൻഡ് ചാറ്റ്. ഗ്രാഫിക്സ് പോയെന്ന് തോന്നുന്നു. കേട്ടാ പുണ്ണ ഈ ലൊട്ട ഗ്രാഫിക്സ് മാറിയേ. കാര്യം പറയാനല്ലേ, അപരാധി മോയ്. കാര്യം പറയാം, ഓട്ടോമാറ്റിക്കലി മാറണേ കുണ്ണേനെ. എനിക്കെന്ന് ഈവനായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കാനും പറ്റില്ല. കുഴപ്പമില്ല, ഇപ്പോൾ സെറ്റാണെങ്കിൽ ഇനി വണ്ടി റിപ്പയറും കൂടെ ചെയ്തിട്ട് പൈസ എത്രയായെന്ന് നോക്കാം. എടാ ഈ പ്രോഫിറ്റ് എല്ലാം എടുക്കാൻ പറഞ്ഞാൽ പിന്നെ 57 ലക്ഷത്തി സംതിങ് രൂപ ഉണ്ടായിരുന്നേ. കോയിൻ സെയിം തന്നെ, കോയിൻ മാറ്റമൊന്നും വരില്ല. ഫുൾ അടിക്കട്ട് ഈ പൈസ 2500 രൂപ. അത് കുഴപ്പമില്ല, 2500 രൂപ ഇല്ലടാ, അത് ഭയങ്കര ഇതൊന്നുമില്ല. ഇനി റിപ്പയറിങ് ഇവിടെ. ഓക്കെ ചാറ്റെ സെറ്റായിട്ടുണ്ട്. ഇനി എത്ര രൂപ ബാക്കിയുണ്ടെന്ന് നോക്കാടാ. ഇനി എത്ര രൂപ ബാക്കിയുണ്ടോ നോക്കാൻ ചാറ്റെ. ഇവിടെ ചാറ്റ് 61 ലക്ഷമേ. 4 ലക്ഷം രൂപ വെറും എത്ര 10-15 മിനിറ്റ്. മനസ്സിലായില്ലേ? എൻ്റെ പ്രോഫിറ്റാണ് എൻ്റെ കൈ വന്നിരുന്ന 4 ലക്ഷം. 50 ലക്ഷം അല്ലേ ഇത്. ബാക്കി കറക്റ്റ് കണക്ക് കൂട്ടണ്ട. ചിലപ്പോൾ 4,35,515 അങ്ങനെയൊക്കെ വരുമായിരിക്കും. അത് കൂട്ടണ്ട. 4 ലക്ഷം 57 ലക്ഷത്തിൽ കിടന്നതാണ്. 3 ലക്ഷം കൂടെ കിട്ടിയപ്പോൾ 60ആയി. പിന്നെ ഒന്ന് 61 ലക്ഷം. ചാറ്റ് റിച്ച്. ഓക്കെ റിച്ചാണ് ചാറ്റ്. 1 രൂപ പോലും ഗെയിമിന് ഞാൻ കൊടുത്തിട്ടില്ല. കൊടുക്കാതെ തന്നെ. കൺസിസ്റ്റൻസി ബ്രോ, ഹാർഡ് വർക്ക് ബ്രോ.